എല്ലാ പ്രതികൾക്കും ഇളവുകളില്ലാത്ത ജീവപര്യന്തം തന്നെ നൽകണം എന്നുള്ളതാണ്. ഈ കേസിൽ ഒരാൾ, ഒന്നാം പ്രതി പൾസർ സുനിയാണ് ലൈംഗിക കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർ ഇതിന്റെ സഹകാരികളായിരുന്നു. എല്ലാവർക്കും ഒരേ ശിക്ഷ, ഇളവുകളില്ലാത്ത ജീവപര്യന്തം നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അല്പസമയത്തിനകം കോടതി വിധി പ്രസ്താവം നടത്തും. കോടതിയുടെ വിധി പ്രസ്താവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷയും മറ്റു പ്രതികൾക്ക് കുറവ് ശിക്ഷയും നൽകാൻ പാടുള്ളതല്ല എന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ വാദിക്കുന്നു. നേരത്തെ 6 പ്രതികളും അവരുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് കോടതി മുൻപാകെ ശിക്ഷാ ഇളവിന് യാചിച്ചു. അമ്മ മാത്രമേ ഉള്ളൂ, അവരെ നോക്കേണ്ടതുണ്ടെന്നാണ് പൾസർ സുനിയുടെ വാദം. അതുപോലെ തന്നെ മാർട്ടിൻ, എനിക്ക് മാതാപിതാക്കൾ 2 പേർ അസുഖബാധിതരായവർ, അവർക്കുള്ള ഏക അത്താണി ഞാനാണ്, ഏക ആശ്രയം ഞാനാണ് എന്നുള്ളതായിരുന്നു മാർട്ടിന്റെ വാദം. അതുപോലെ തന്നെ മറ്റുള്ളവരും, മണികണ്ഠൻ അടക്കമുള്ള ആളുകളും. മാർട്ടിൻ പറഞ്ഞത് എനിക്കൊരു പെറ്റി കേസ് പോലും വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ പൊട്ടിക്കരയുകയാണ്. കെ ബി മണികണ്ഠൻ 3-ാം പ്രതി പറഞ്ഞത് എനിക്ക് കുട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇളവ് വേണം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. വടിവാൾ സലീമും പ്രദീപും അതുപോലെ തന്നെ വാദിച്ചു. വിജീഷ് വാദിച്ച ഒരു കാര്യം, എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കണം എന്നുള്ളതാണ്. പരമാവധി ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ജീവപര്യന്തം, കഠിന തടവ്, ഇളവുകളില്ലാത്ത ജീവപര്യന്തം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. മറ്റു പ്രതികൾ സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ പൾസർ സുനിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് വാദം, എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും ഒരേ കുറ്റകൃത്യം ചെയ്തവർ എന്ന നിലയിൽ കണക്കാക്കി എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ, അതായത് പരമാവധി ശിക്ഷ, ഇളവുകളില്ലാത്ത ജീവപര്യന്തം. ഇതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷയും മറ്റു പ്രതികൾക്ക് കുറവ് ശിക്ഷയും നൽകാൻ കഴിയില്ല, അങ്ങനെ പറ്റില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. നമുക്ക് എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ശിക്ഷാവിധി കൂടി വിധിയുടെ ഉത്തരവിന്റെ ഭാഗം ആക്കേണ്ടതുണ്ട്. അതിനുശേഷം ഉത്തരവ് പ്രഖ്യാപിക്കും. കോടതി ചേരുമ്പോൾ തന്നെ ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഭൂതകാലം ചികഞ്ഞോളൂ, പക്ഷേ ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ അവമതിക്കരുത്, അതിന് അവഹേളനം നൽകരുത്, അങ്ങനെ അവഹേളിക്കുന്നത് ശരിയാകില്ല എന്ന മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും കോടതി നൽകിയിട്ടുണ്ട്. കോടതി വിധിയെ തുടർന്ന് ശക്തമായ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ ജഡ്ജി ഹണി എം വർഗീസ് വളരെ ശക്തമായ മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ അഭിഭാഷകർക്കും നൽകിയിട്ടുണ്ട്. കോടതി ഇലക്ഷൻ നിയമപ്രകാരം ജഡ്ജിയെ വിമർശിക്കുന്നത് കോടതി ഇലക്ഷൻ നിയമപ്രകാരം കുറ്റമാണ്. അതേസമയം ജഡ്ജ്മെന്റിനെ അതിന്റെ മെറിറ്റിൽ വിമർശിക്കാം എന്നാണ് കോടതി ഇലക്ഷൻ നിയമം പറയുന്നത്. എന്തായാലും ശക്തമായ ഒരു മുന്നറിയിപ്പ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന്, വിചാരണ കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും കോടതിയെ വിമർശിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അല്പസമയത്തിനകം തന്നെ വിധി പ്രഖ്യാപിക്കുകയാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷയും മറ്റു പ്രതികൾക്ക് കുറവ് ശിക്ഷയും നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. സമൂഹം മുഴുവൻ കഴിഞ്ഞ 8 വർഷമായി ഇരയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷമായി കേരള സമൂഹം അതിക്രമത്തിന് വിധേയായ അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളുകയായിരുന്നു എന്ന കാര്യം മറക്കരുത്. അപ്പോൾ സമൂഹത്തിന് വേണ്ടിയാകണോ വിധി എന്ന് കോടതി തിരികെ ചോദിക്കുകയാണ്. അതായത് ഞാൻ സൊസൈറ്റിയിൽ പ്രഷറിന് വഴങ്ങില്ല, ആൾക്കൂട്ടത്തിന്റെ ആരവത്തിനോ പുറത്തു നിന്നുള്ള അങ്ങനെയുള്ള ആ പൊതുമനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ ഞാനില്ല എന്ന ഒരു സന്ദേശമാണ് ജഡ്ജിയിൽ നിന്ന് വരുന്നത്. സമൂഹത്തിന് വേണ്ടിയാകണമോ വിധി എന്ന് കോടതി ചോദിക്കുന്നു. അതിന് പ്രോസിക്യൂഷൻ എന്ത് മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്.